നമസ്കാരം. പട്ടാപ്പകൽ റോഡിൽ അപകട പരമ്പരയുണ്ടാക്കിയ സംഭവത്തിൽ 15കാരനെതിരെ നടപടികൾ. വാഹനത്തിന്റെ RC 1 വർഷത്തേക്ക് റദ്ദാക്കും. കുട്ടിക്ക് 25 വയസ്സ് തികയും വരെ ലൈസൻസ് നൽകില്ല. കുട്ടിയുടെ പിതാവിനെ പ്രതിയാക്കി പോലീസ് കേസെടുത്തിട്ടുമുണ്ട്. പ്രായപൂർത്തിയാകാത്ത കുട്ടിക്ക് കാർ ഓടിക്കാൻ നൽകിയതിനാണ് പിതാവിനെതിരെ പോലീസ് കേസെടുത്തത്. കാർ ഓടിച്ചിരുന്ന വിദ്യാർത്ഥിയെ രക്ഷിതാവിനൊപ്പം വിട്ടയച്ചു. വീട്ടിൽ സുഖമില്ലാതെ കിടക്കുകയായിരുന്നുവെന്നും മകന് കാർ ഓടിക്കാൻ അറിയാമെന്നത് തനിക്ക് അറിവുണ്ടായിരുന്നില്ല എന്നുമാണ് അച്ഛൻ പറയുന്നത്. സഹപാഠികളുടെ വീടുകളിലെ കാർ ഓടിച്ച് പഠിച്ചെന്നാണ് വിദ്യാർത്ഥിയുടെ മൊഴി. ഇതിലും അന്വേഷണം നടക്കും. കാറിന്റെ മരണപ്പാച്ചിലിൽ റോഡരികിൽ ബസ് കാത്തുനിന്ന വയോധികയ്ക്ക് പരിക്കേറ്റിരുന്നു. ഇവരുടെ ചികിത്സാ ചെലവുകൾ കുട്ടിയുടെ പിതാവും RC ഉടമയുമായ അബ്ദുൾ റഷീദ് വഹിക്കണമെന്നും പോലീസിന്റെ കർശന നിർദ്ദേശമുണ്ട്. മറ്റ് നഷ്ടപരിഹാരങ്ങളും അബ്ദുൾ റഷീദ് നൽകണമെന്നാണ് പോലീസിന്റെയും MVDയുടെയും നിർദ്ദേശം. ഇത് റഷീദ് അംഗീകരിച്ചിട്ടുണ്ട്. കായംകുളം രജിസ്ട്രേഷൻ കാറാണ് അപകടമുണ്ടാക്കിയത്. കാറിന് കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട്. വൈപ്പിൻ മുനമ്പം സംസ്ഥാന പാതയിലും കണ്ടെയ്നർ റോഡിലും ഇന്നലെ രാവിലെയായിരുന്നു സിനിമാ സ്റ്റൈൽ രംഗങ്ങൾ നടന്നത്. അബ്ദുൾ റഷീദിന്റെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനാണ് കാർ ഓടിച്ച് നിരവധി അപകടങ്ങൾ ഉണ്ടാക്കിയത്. സഹപാഠികൾക്കൊപ്പം ചെറായി ബീച്ചിൽ പോകാനായി പിതാവിന്റെ ഇന്നോവ ക്രിസ്റ്റ കാർ പിതാവ് അറിയാതെ കുട്ടി എടുക്കുകയായിരുന്നു. ചെറായി ബീച്ചിൽ നിന്ന് മടങ്ങും വഴി ചാത്തങ്ങാട് ബീച്ച് ഭാഗത്ത് ഹോണ്ട സിറ്റി കാറിൽ ഇടിച്ചതോടെയാണ് കാര്യങ്ങൾ കൈവിട്ടത്. ഭയന്നുപോയ കുട്ടി കാർ നിർത്താതെ ഓടിച്ചുപോയി. ഇതോടെ ഇടിയേറ്റ കാറിന്റെ ആൾക്കാർ ഡ്യൂക്ക് ബൈക്കിൽ വിദ്യാർത്ഥിയെ പിന്തുടർന്നു. ഇതോടെ സിനിമാ സ്റ്റൈൽ ചേസിംഗ് ആരംഭിച്ചു. അമിത വേഗത കാരണം കുഴുപ്പിള്ളി ഭാഗത്തെത്തിയപ്പോൾ പറവൂർ എറണാകുളം റൂട്ടിലോടുന്ന സ്വകാര്യ ബസിന്റെ സൈഡിലും തട്ടി. ബസിന്റെ പെയിന്റ് ഇളകിയിട്ടുണ്ട്. ഇതിനിടെ പിന്തുടർന്നെത്തിയ ബൈക്ക് കാറിനെ വട്ടമിട്ട് നിർത്താൻ ശ്രമിച്ചപ്പോൾ ബൈക്കിലും ഇടിച്ചു. എടവനക്കാട് ഹൈസ്കൂളിന് സമീപം സ്റ്റോപ്പിൽ ബസ് കാത്തുനിന്ന താമരവട്ടം സ്വദേശിനി കോമളത്തെ ഇടിച്ചു വീഴ്ത്തി. തലയ്ക്ക് പരിക്കേറ്റ കോമളം അപകടനില തരണം ചെയ്തു. മറ്റ് 2 പേർക്ക് നിസ്സാര പരിക്കേറ്റു. എടവനക്കാട് സ്വദേശി ഷിജോയി അറിയിച്ചതനുസരിച്ച് ഞാറക്കൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ കാർ തടയാൻ ശ്രമിച്ചെങ്കിലും വെട്ടിച്ചു കടന്ന് രക്ഷപ്പെട്ടു. തുടർന്ന് പോലീസുകാർ ജീപ്പിൽ പിന്തുടർന്ന് ഗോശ്രീ പാലം ഭാഗത്തുനിന്ന് രാവിലെ 9:30ഓടെയാണ് കസ്റ്റഡിയിലെടുത്തത്. കൊച്ചിയിലെത്തും മുൻപ് തന്നെ കാർ പിടിച്ചു. അല്ലെങ്കിൽ അപകടം വലിയ രീതിയിൽ ഉണ്ടാകുമായിരുന്നു. രാവിലെ വീട്ടിൽ നിന്നും ഇന്നോവ കാറിൽ ഇറങ്ങിയതായിരുന്നു 16കാരൻ. വഴിയിൽ നിന്ന് കാറിൽ മറ്റൊരു ആൺകുട്ടിയും പെൺകുട്ടിയും കയറി. ഇരുവരും പെൺകുട്ടിയെയും പിക്ക് ചെയ്തതിന് ശേഷമാണ് യാത്ര ആരംഭിച്ചത്. പിന്നീടാണ് അപകടം സംഭവിച്ചത്. തീരദേശ പാതയിലൂടെ 18 കിലോമീറ്ററോളം ഓടിയ കാർ ഒടുവിൽ കാളമുക്ക് പിന്നിട്ട് കൊച്ചി നഗരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടു മുൻപാണ് പോലീസ് തടഞ്ഞു നിർത്തി പിടികൂടിയത്. കലൂരിൽ നിന്ന് 2 സഹപാഠികളുമായി ഗോശ്രീ പാലം വഴിയാണ് 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ 16കാരൻ കാർ ഓടിച്ച് ചെറായി ബീച്ചിൽ എത്തിയത്. ഇന്നോവ ക്രിസ്റ്റ വാഹനമാണ് 16കാരൻ ഓടിച്ചത്. എന്തായാലും കർശന നടപടികളാണ് പോലീസും MVDയും എടുത്തിരിക്കുന്നത്. 16കാരനെതിരെ നടപടികൾ തൽക്കാലം ഇല്ല. എന്നാൽ കാറിന്റെ RC ഓണറായ കുട്ടിയുടെ പിതാവിനെതിരെ കേസെടുത്തിട്ടുണ്ട്. മാത്രമല്ല 16കാരന് 25 വയസ്സ് തികയും വരെ ലൈസൻസ് നൽകില്ല എന്നുള്ള കർശന നിർദ്ദേശവും പോലീസ് നടത്തിയിട്ടുണ്ട്.